നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? സഖാവ് എം മുകേഷ് ഒരു സിനിമാക്കാരൻ എന്ന നിലയിലല്ല കൊല്ലത്തെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. എന്റെ ഒരു കാര്യം ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടോ? കൊല്ലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം ഓർക്കുന്ന ഒരു പേരുകളിൽ ഒന്നായി സഖാവ് എം മുകേഷിന്റെ പേരുണ്ട്. രാജ്യത്തെ പൊതുജനാരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അതുകൊണ്ട് തന്നെ സഖാവ് എം മുകേഷ് ഒരു കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? ആ തലയിലേക്ക് കേരളത്തിന്റെ കോവിഡ് കാലത്തെ ആരോഗ്യ രംഗത്തെ വികസന മാതൃക, ആരോഗ്യ രംഗത്ത് നമ്മൾ തീർത്തിട്ടുള്ള ബദൽ, അത് തീർച്ചയായും ലോകം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കൊല്ലം ജില്ലാ ആശുപത്രി എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വിക്ടോറിയ ആശുപത്രിയുടെ വികസനത്തിന് 105 കോടിയും ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് 144 കോടിയും അതിന്റെ അത്രയും മികച്ച വികസനം നമ്മുടെ ആശുപത്രികളിൽ നടന്നു വരികയാണ്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഇപ്പോൾ അത്തരത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ച് എല്ലാ നിലയിലും മികച്ച സംവിധാനങ്ങളാണ്. ഡയാലിസിസ് യൂണിറ്റ്, അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുമുള്ള കെയർ അവിടെ വരുന്ന രോഗികൾക്ക് ലഭിക്കുന്നു. ഇതെല്ലാം നേരിട്ട് അറിയുന്നവരാണ് ഞങ്ങൾ. അവിടെ ദൈനംദിന ദിവസങ്ങളിൽ ഇടപെടുന്നവരാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ 1.5 മാസമായി നിരന്തരം പോകുന്ന ഒരു ആളാണ് ഞാൻ. രോഗിയായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അവിടെ നെഫ്രോളജി എന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് ഡോക്ടർമാരുണ്ടോ? എനിക്കറിയില്ല. നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറെ കാണാനായി ഞാൻ നിന്നപ്പോൾ അറിഞ്ഞ വിവരം, നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ഇല്ല. NS ആശുപത്രിയിലെ ഡോക്ടർ ഇവിടെ വന്ന് ചികിത്സിക്കുകയാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഡോക്ടേഴ്സിൻ്റെ പല പോസ്റ്റിങ്ങുകളിലും അവിടെ പകരക്കാരെ വച്ചിരിക്കുന്നു. സർക്കാർ നിയമനങ്ങളില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ അടിയന്തരമായി സംസ്ഥാന കമ്മിറ്റി അംഗമെന്നുള്ളതിലെ ചിന്തയടപ്പം എല്ലാ റിപ്പോർട്ടുകളും കാണുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചുമ്മാ വാചോടിച്ച് പോയിട്ട് കാര്യമില്ല.